7 ഒരിക്കൽ കൂടി സ്വാഗതം. വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ചക്കപ്പുഴുക്കും കഞ്ഞിയും കുടിച്ചിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ, പഴമയിലേക്ക് പോകുന്ന വീണ്ടുമുള്ള പുതിയ തലമുറയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ മറക്കാതെ കാണുക. ഒപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. വിഷു കഴിഞ്ഞു. മേടം 10 ഉദയം. ആ 10 ഉദയത്തിന് മലപ്പുറത്തെ കാർഷിക മേഖലയിലാകെ ഇതുപോലെയുള്ള ചെറുതും വലുതായിട്ടുള്ള കൃഷി രീതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 ഉദയത്തിന് തലേ ദിവസം ചക്കപ്പുഴുക്ക് ഒരു പ്രധാന വിഭവമാണ്. ആ പുഴുക്കിനെ കുറിച്ചുള്ള എന്തൊക്കെ ചേർത്താണ് പുഴുക്കുണ്ടാക്കുന്നതിന് അതിൻ്റെ ആളിതാണ്. ഉടനെ അത് വിശദീകരിക്കും എന്ന് പറഞ്ഞേ. ഇത് എന്നൊക്കെ ചേർത്ത്? ചക്ക, പിന്നെ മത്തങ്ങ, മുരിങ്ങക്കോല്, മഞ്ഞപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് വേവിക്കും. വേവിച്ച് കഴിഞ്ഞ് വൻപയർ, കപ്പ വേവിച്ചതും ഇട്ട് ശരിയായിട്ട് ഇളക്കും. ഇളക്കി കഴിഞ്ഞ് തേങ്ങാപ്പീര ചതച്ചതും, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്ന ഉള്ളി, ജീരകം ഇവയെല്ലാം കൂടെ ചതച്ചിങ്ങെടുക്കും. ചതച്ചിട്ട് ഇതിനകത്ത് ചേരുവായിട്ട് ചേർക്കുന്നതാണ്. അതായത് നമ്മുടെ 10 ഉദയം താലത്തിന് മുന്നോടിയാണ്, ആദ്യത്തെ താലത്തിന് മുന്നോടിയായിട്ട് മുമ്പ് ദിവസം ഈ നാട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്ന ഒരു വിഭവ സമൃദ്ധമായ സദ്യയുണ്ട്. ആ സദ്യ എന്ന് പറഞ്ഞാൽ കഞ്ഞിയും അതോടൊപ്പം കുഴയും ആണല്ലേ. കഞ്ഞിയും കുഴയും ചക്കക്കുഴ. ഇത് നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതായത് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കഞ്ഞിയും കുഴയും. ആ കഞ്ഞിയിൽ ചേർക്കുന്ന കഞ്ഞിക്ക് കൂടെ കഴിക്കാൻ കൊടുക്കുന്ന സാധാരണ മാങ്ങ അച്ചാർ.
മാങ്ങ അച്ചാറുണ്ടാക്കി അതിനോടൊപ്പം തന്നെ ചക്കക്കുഴയിൽ നമ്മൾ ചേർത്തിട്ടുള്ള വിഭവങ്ങൾ ചക്ക നന്നായി പച്ച ചക്ക അരിഞ്ഞെടുത്ത് നന്നായിട്ട് വേവിച്ചതും അതോടൊപ്പം അതിൻ്റെ മത്തങ്ങ, ഇലവങ്ക, മുരിങ്ങക്കോല് അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഒരു വിഭവം കൊണ്ടാക്കിയ വലിയ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ. അതായത് കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയുള്ളൂ. ശരിയല്ലേ? തീർച്ചയായും. മാങ്ങ ചമ്മന്തിയും പുഴയും ചേർത്തുള്ള കഞ്ഞിക്കുടി നമ്മുടെ ജീവിതത്തിലെ കുട്ടിക്കാലത്ത് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു 10-ാം ഉദയം പൂജ. ആ പൂജയിൽ നമ്മളിങ്ങനെ കോരി കഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഇന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കാരണം അത്രക്ക് നൊസ്റ്റാൾജിയാണ്. പ്ലാവലയിൽ കഞ്ഞി കോരി കുടിക്കുക, അതും കുത്തരിക്കഞ്ഞി. നമ്മുടെ നെൽപ്പാടങ്ങളിൽ കൊയ്തെടുത്ത വിരിപ്പ് ഉണ്ടകൻ പാടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കുത്തരിക്കഞ്ഞിയും ചമ്മന്തിയും അതോടൊപ്പം ചക്കക്കുഴയും ചേർത്തുള്ള ഒരു അനുഭൂതി നമ്മുടെ മനസ്സിനെ സ്വാദിഷ്ടമാക്കുന്നു. അല്ലെങ്കിൽ പ്രായത്തിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിനെ ആനന്ദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സുദിനമാണിത്. ആ സുദിനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളിലൊന്നായി ഈ ദിനത്തെ നമ്മൾ കാണുന്നു. അപ്പോൾ ഒത്തിരി കഞ്ഞിയും ചക്കക്കുഴയും ചേർത്തുള്ള കഞ്ഞിയാണ് ചാപ്പാട് കഴിക്കുകയാണ്. ഞാൻ കൂട്ടായിരുന്നു കഴിക്കുകയാണ്. ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി നന്മ നേർന്നുകൊണ്ട് ഫാർമർ സുനിലിന് വേണ്ടി VP സുനിൽ, സജി സീതാസിനോടൊപ്പം.